رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഖിസ്സ, ചരിത്രം ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അല്ലാഹു ആലം. ഏറ്റവും അധികം ചരിത്രം പറയപ്പെട്ട പ്രവാചകനാണ്. പിന്നെ ഓരോ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു പറയുന്നതിൻ്റെ പിറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും. പ്രത്യേകിച്ചും അറബികളായ ആളുകളിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെടുന്നത്. അവർക്കത് പ്രത്യേകിച്ചും മനസ്സിലാവും ചെയ്യും. നമ്മൾ അജമികളെ പോലെയല്ല. അനറബികളായ നമുക്ക് അറബി ഭാഷയുടെ പ്രയോഗങ്ങളൊന്നും ചിലപ്പം മനസ്സിലാവില്ല. ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചില പ്രയോഗങ്ങളുണ്ടാവും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി കഥ പറഞ്ഞു. എന്നാൽ ചില നബിമാരെ സംബന്ധിച്ചോ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞു. അധിക ആൾക്കാരെ സംബന്ധിച്ചും ഒന്നും പറഞ്ഞു തന്നിട്ടുമില്ല. പരിശുദ്ധ ഖുർആനിൽ ചരിത്രം പറയപ്പെട്ടത് എത്ര പേരാ? 25 പേര്. എന്നാൽ വമിൻഹും മല്ലം നഖ്സുസ് അലൈക, ഞാൻ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാത്തവരും അംബിയാ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. അള്ളാഹു അത് പറഞ്ഞു തരാത്തത് കൊണ്ട് ആ പ്രവാചകന്മാരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതുമില്ല. എന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത ചില നബിമാരുടെ ചില ഭാഗങ്ങൾ ഹദീസിലും വന്നിട്ടുണ്ട്. 25 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മിൽപ്പെട്ട ഈ 5 പേരാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഉലുൽ അസ്ം. കാരണം അവരാണ് തൗഹീദിന്റെ ദഅവത്തിന്റെ വഴിയിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടതും ഏറ്റവും നല്ലോണം അവർ സ്വയം ഈമാനികമായി തർബിയത്തിന്റെ പരീക്ഷണങ്ങൾ നൽകപ്പെട്ടതും. അതിൽ 2 പേരാണ് ഏറ്റവും അധികം അനുഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉപ്പാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി ഫിർഔനെയും അവന്റെ ഖൗമിനെയും. ഫഅഗ്റഖ്നാഹും അജ്മഈൻ, ഖിബ്തികളിൽ ഒരാൾ പോലും ബാക്കിയാവാതെ അള്ളാഹു നശിപ്പിച്ചു. ഇപ്പൊ ആരേ ഉള്ളൂ? മിസ്റിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ബനു ഇസ്രായേലിലായ ആൾക്കാരും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. അള്ളാഹുവിന്റെ രീതി അങ്ങനെയാണ്. ഇതിന് അള്ളാഹുവിന് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഇത്രയും വലിയ ഒരു ജനതയെ നശിപ്പിച്ച് നാമാവിശേഷമാക്കാൻ, ഒരു തരി പോലും ബാക്കിയാക്കാൻ ഇരിക്കാൻ അള്ളാഹുവിന് ഷൈഉൻ യസീർ. അത് അള്ളാഹുവിന് വളരെ ഈസിയായ സംഗതിയാണ്. അതുകൊണ്ടല്ല അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതിനൊന്നും അർത്ഥമില്ല. നമ്മുടെ സാങ്കേതിക രംഗത്തുള്ള കണ്ടുപിടുത്തങ്ങളോ സയൻസിന്റെ മികവോ ഒന്നും അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ ഉപയോഗിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല. കാരണം കടലിനോട് ഒരു കുൻ ഫയക്കൂൻ, ഇത്രേ അള്ളാഹ്ക്കുള്ളൂ. അത് ചെറുതാണെങ്കിലും അർശിനെ സൃഷ്ടിച്ചതും അങ്ങനെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവ് മുഴുവൻ ഒന്നാം ആകാശത്തിൽ കൊണ്ടുവച്ചാൽ ഒരു വലിയ മൈതാനത്തിന്റെ സെൻട്രൽ ഒരു ബോൾ വെച്ച പോലെയേ ഉണ്ടാവുള്ളൂ. ഇനി അതും ആ ഒന്നാം ആകാശവും രണ്ടാമത്തേന് വെച്ചാലും അത്രയുണ്ടാവും. രണ്ടാമത്തതോടും കൂടി 3-ന് വെച്ചാൽ അത്രയുണ്ടാവും. അങ്ങനെ ഓരോ ആകാശവും പറഞ്ഞു.
7 പറഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം കൂടി അർശിന്റെ അടുത്ത് വെച്ചാൽ അത്രയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളത് കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ആലമുകളുടെ റബ്ബാണ് അല്ലാഹു റബ്ബുൽ ഇസ്സ. അവനറിയാനുള്ള തൗഫീഖ് അല്ലാഹു നസീബാക്കി തരട്ടെ. ശരിക്കും അല്ലാഹനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ ദുനിയാവിലുള്ള ജീവിതം രസകരമായിരിക്കും. അതായത് എല്ലാത്തിനും കഴിവുള്ളവനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ നമ്മളെ സ്വന്തം ആളായാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഖൽബിന്റെ ധൈര്യം, സമാധാനം, ആശ്വാസം. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഫഅലം, ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം നിന്റെ റബ്ബാരാണ്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അറിയാത്തോണ്ടാ ഇതെല്ലാം സംഭവിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അറിഞ്ഞ ആളാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ആളുമാണ്. മഅരിഫത്തുല്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഇൽമിനെ 3ആയി തരംതിരിച്ചു. ഇൽമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അറിയലാണ്. അതിൽ ഒന്നാമത്തത് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, അടിമാവന്റെ റബ്ബിനെ അറിയലാണ്. എല്ലാം പോയി, ഇവര് മാത്രം ബാക്കിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും കൊണ്ട് ഫലസ്തീനിലേക്ക് യാത്രയാവാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു. അവരെയും കൊണ്ട് യാത്രയായി. വഴിയിൽ മന്നും സൽവയും ഇറക്കി കൊടുത്തു. ഇവരെന്ത് ചെയ്തു? പച്ചക്കറി ചോദിച്ചു വാങ്ങി. അള്ളാഹു അതും കൊടുത്തു. അള്ളാഹു പറഞ്ഞു വതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതു മിസ്റൻ ഫഇന്ന ലക്കും മാ സഅൽതും. നിങ്ങൾ ആ നാട്ടിലേക്ക് കയറിക്കോ, നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് നിങ്ങൾക്ക് ആ നാട്ടിൽ നിന്ന് കിട്ടും. മന്നു സൽവയും സ്റ്റോപ്പ്. പിന്നെ അവര് പച്ചക്കറി തിന്നലായി. ഇന്നും മിസ്രികൾ പച്ചക്കറി കിട്ടിയാൽ മാറി തിന്നു. ഉരുളക്കിഴങ്ങില്ലേ, നിങ്ങൾ എന്താ പറയാ, ഇംഗ്ലീഷല്ലേ? മഹാനായ ആലു. അതില്ലാണ്ട് ഭക്ഷണം പോവില്ല ഉത്തരേന്ത്യക്കാർക്ക്. അത് വിഷയങ്ങൾക്ക് കിട്ടിയാൽ അത് മാത്രം മതി, ഭക്ഷണമായിട്ട് മതി. അല്ലാഹു ആക്ഷേപിച്ചു അവരെ. നിങ്ങൾക്ക് നിന്യതയും ദാരിദ്ര്യവും അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള ദേഷ്യവും വെറുപ്പും. നന്ദികേട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നന്ദി, കുഫർ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ എൻ്റെ റബ്ബ് തന്നതാണ് എന്ന് മറക്കലും, അത് ആസ്വദിക്കാൻ എൻ്റെ റബ്ബാണ് തൗഫീഖ് തന്നതെന്ന് മറക്കലും, എന്നിട്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാതിരിക്കലും ഇഷ്ടമേ അല്ല. എന്നാൽ ശുക്രോ പെരുത്തിഷ്ടവുമാണ്. ഉടനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ബനൂ ഇസ്രായീലരോട്, നിങ്ങൾ നന്ദി കാണിക്കുക. ലഇൻ ശകർതും ലഅസീദന്നകും. അവിടെ ഇഷ്ടമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും ബാലിക്കോരി തരും. ഇവർക്ക് കൊടുത്താൽ കുഴപ്പമില്ല, ഇവർ എന്നോട് കാണിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ലഅസീദന്നകും. ലാമ് തഅക്കീദാണ്, ലാസ്റ്റ് നൂനും തഅക്കീദാണ്. തീർച്ചയിൽ തീർച്ച ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, പക്ഷെ നന്ദി കേട് കാണിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞില്ല. ബാക്കി എന്താ? ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ വളരെ ശക്തമായിരിക്കും. അതെന്തായിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞില്ല. കാരണം ഒറ്റ സെക്കൻഡ് മതി ഒന്ന് പിടിക്കാനും ഈ തന്നതെല്ലാം തീർക്കാൻ. മൂസ നബിയുടെ മൂത്താപ്പന്റെ മോനായ അല്ലാഹു അലം ഖാറൂന് സംഭവിച്ച പോലെ ഭാര്യ കോരിക്കൊടുത്തു, നന്ദി കാണിച്ചില്ല. മറ്റൊരു ദിവസം ഖാറൂന്റെ കഥ പറയണം. അതൊരു ദിവസം ഓന് മാത്രം, ഖാറൂന് വേണ്ടി മാത്രം പ്രത്യേകം മാറ്റി വെക്കണം. കാരണം മടക്കേരിയിലുള്ള പണക്കാർക്കുള്ള ഒരു പാഠമാവണം. അങ്ങനെ അള്ളാഹു എല്ലാവർക്കും വാരിക്കോരി തരട്ടെ. മാഷാ അല്ലാഹ്. എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വലിയൊരു സംഗതി ഉണ്ടായി. സെക്രട്ടറി ഒന്നും അറിഞ്ഞില്ല. നമ്മളെ മഹല്ലത്തിലെ പള്ളി ഉണ്ടല്ലോ, എൻ്റെ നാട്ടിലെ പള്ളി, സ്ഥലം കുറവാണ്. വെള്ളം വന്നാൽ മഴ, ഇപ്പം ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് ആകുമ്പം വെള്ളം വരും. നമ്മളെല്ലാം മടക്കി വെച്ചിട്ട് പിന്നെ 3 ദിവസത്തേക്ക് പള്ളിയിലെ കാര്യം വരില്ല, വരാൻ കഴിയില്ല, ഫുള്ള് വെള്ളമാവും. അപ്പൊ തൊട്ടപ്പുറത്തുള്ളൊരു 3 സെന്റ് സ്ഥലം അതിൻ്റെ ജന്മി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. അള്ളാഹു അയാൾക്ക് ഹിദായത്ത് നസീബാക്കട്ടെ.
5 ലക്ഷം റുപ്യ തന്നാൽ മതി. സെന്റിന് 4 ലക്ഷം റുപ്യ ഉണ്ട്. 3 സെന്റ് ആകുമ്പോൾ 12 ലക്ഷം ഇല്ലേ? 5 ലക്ഷം തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാനിവിടെ നിങ്ങളുടെ കാട്ടുകാരായ ചില ആൾക്കാരോട് പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. മാഷാ അല്ലാഹ് ഒരു വാരിക്കോരി തന്നു. അള്ളാഹു തിരിച്ചങ്ങനെ കൊടുക്കട്ടെ. ആ പാവങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച പോലെ അള്ളാഹു അവരെയും കുടുംബത്തെയും സന്തോഷിപ്പിക്കട്ടെ. അതൊരു ഭാഗ്യമാണ്. അതൊരു ഭാഗ്യമാണ്, തൗഫീഖ്. ഉള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്നില്ല. കിട്ടുകയും ചെയ്തു. അതങ്ങനെ കൊടുക്കാനുള്ള തൗഫീഖും കിട്ടിയാൽ ബറാബർ മിയ മിയ. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ഖാറൂന്റെ കഥ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം പറയണം. കാരണം നമുക്ക് 2 കൂട്ടക്കാർക്കും അതിന് വലിയ പാഠമുണ്ട്. പാവങ്ങൾക്കും ഉണ്ട്, പൈസക്കാർക്കും ഉണ്ട്. രണ്ടും മിക്സാക്കിയിട്ട് അള്ളാഹു ആ കഥ പറഞ്ഞെന്ന് ഖുർആനിൽ. എത്ര കൃത്യമായിട്ടാ! മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബാണ്, മനുഷ്യന്റെ ഉള്ളറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ കൃത്യം. ഇന്ന് എന്താണോ റബ്ബുൽ ഇസ്സത്ത് ഖാറൂനെ പറ്റി പറഞ്ഞത്, പൈസക്കാർക്കും ആ അവസ്ഥയുണ്ട്. അവനെ കണ്ടിട്ട് ഉണ്ടായ നാട്ടിലെ പാവങ്ങളുണ്ട്, അവർക്കും ഇന്നും അതേ സ്വഭാവക്കാരായ ആൾക്കാരാണ്. രണ്ടും അള്ളാഹു എടുത്തു പറഞ്ഞു. ഖൈർ. അങ്ങനെ അവൻ യാത്രയായി ഫലസ്തീനിൽ അള്ളാഹു അവനെ ഫലസ്തീനിൽ എത്തിച്ചിട്ടില്ല. അതിന് മുമ്പ് ആ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ആ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ഒരു പ്രത്യേക വിഷയം ഖുർആനിൽ എടുത്തു പറഞ്ഞു. ബനി ഇസ്രായീൽ ബഹ്റ. ബനു ഇസ്രായീലിനെ നാം അങ്ങനെ സമുദ്രം പിളർത്തി അതിനപ്പുറത്ത് എത്തിച്ചു. അങ്ങനെ അവർ യാത്ര തുടരവേ ഒരു വിഭാഗം ജനങ്ങളുടെ അടുത്തുകൂടി അവരിങ്ങനെ സഞ്ചരിച്ചു. അവിടെ തമ്പ് കെട്ടി കബീലകളായി താമസിക്കുന്ന ഒരു ടീം. കനാനികളാണവർ, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടുകാരാണവർ എന്ന് ചില തഫ്സീറുകളിൽ കാണാം. അതറിയാൻ നമുക്ക് നിർബന്ധമല്ല. നമുക്ക് എന്തേ അറിയണ്ടുള്ളൂ? അള്ളാഹു പറഞ്ഞെന്ന ഖിസ്സയുടെ കാതൽ അറിഞ്ഞാൽ മതി. അതിന്റെ അപ്പുറത്തേക്കും ബനു ഇസ്രായേലുകളിൽപ്പെട്ട ആളുകൾ, അവരുടെ പണ്ഡിതന്മാര് പ്രസംഗത്തിന് പറഞ്ഞ് കൈമാറി വന്ന ഇസ്രായേലിയാത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കളവാക്കുകയും ചെയ്യാം, സത്യമാക്കുകയും ചെയ്യാം. അതൊരു കഥയായി കണ്ടാൽ മതി. പക്ഷെ ഇന്ന് അങ്ങനത്തെ വിഷയങ്ങളാണ് ഭയങ്കര റിസർച്ച് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ച് ക്വിസ് മത്സരങ്ങൾ ചോദിച്ച് എന്നൊരു കാര്യമില്ല. പക്ഷേ ആ ജനതന്റെ അടുത്തുകൂടി അവർ പോകുമ്പോൾ അവർ കാണുന്ന കാഴ്ച, യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. അവർ ചില പ്രത്യേക ബിംബങ്ങൾ, ജാറങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിൽ കൂടിയിരുന്ന് അവിടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ് ബനു ഇസ്രായേൽ കാണുന്നത്. ഖാലു, ഇത് കണ്ടപ്പം ഇത്രയും സഹിച്ചും ക്ഷമിച്ചും അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തുകളൊക്കെ നേർക്ക് നേരെ കണ്ണോണ്ട് കണ്ട് അനുഭവിച്ച് അള്ളാഹുവിൽ അത്ര യഖീനായ മൂസ നബിയുടെ നസീഹത്തുകൾ അത്ര സത്യമാക്കിയ കൗമാണ്. ഇത് കണ്ടപ്പം പറഞ്ഞു, യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവരെ കണ്ടില്ല, ഇവർക്കൊരു ദൈവമുണ്ട്, നമുക്ക് അതേപോലെ ഒന്നിനെ നീ ആക്കിത്ത. അപ്പൊ ഇബാദത്ത് നമുക്ക് കുറച്ചുകൂടി എന്ത് കിട്ടും? ഒരു രസം കിട്ടും. നിജാറത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന പോലെ. അവർക്ക് പള്ളിയിൽ വന്നാൽ ഒരു എന്നെ മുന്നേ കളിയായിരിക്കും. എന്നാൽ ജാറത്തിൽ ചെന്നാലോ ഭയങ്കര ഭവ്യത, ഭയങ്കര ഭയം, ഭയങ്കര അദബ്, ഇഹ്തിറാം. നിസാമുദ്ദീൻ ഔലിയാന്റെ ദർഗയിൽ പോയി നമ്മൾ പണ്ട് തബ്ലീഗിലുള്ളപ്പോൾ. കാരണം തബ്ലീഗാർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല. അവിടെ പോകാൻ പറ്റുമോ? ഷിർക്കിന്റെ കേന്ദ്രങ്ങളിൽ പോയിക്കൂടാ, കാണാൻ പോലും പോയിക്കൂടാ. ടൂറ് പോകുമ്പോൾ അധികം ആൾക്കാരും പോകും. അതുകൊണ്ട് തന്നെ ചില സലഫി ഉലമാക്കൾ താജ്മഹൽ കാണാൻ പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത് ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കാം. പക്ഷെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അതെന്താ? മഖ്ബറയാണ് മുംതാസിന്റെ. അപ്പൊ ഖബർ കാണാൻ വേണ്ടി പ്രത്യേകിച്ചൊരു ഖബറിലേക്ക് പോക്ക് ദീനില്ലാത്ത സംഗതിയാണ്. ഗോൾഡൻ ടെമ്പിളോ പാടില്ല, ശരിക്കും പോകാൻ പാടില്ല. കാരണം ഷിർക്കിന്റെ കേന്ദ്രമാണ്, പിശാചുക്കളുടെ, ശൈത്താൻ സന്തോഷിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോവാ. പക്ഷെ അവിടെ ചെന്നിട്ട് അതെല്ലാം കണ്ടിട്ട് നമുക്കും ഒരു സന്തോഷമാവുക. നിസാമുദ്ദീൻ ഔലിയ ദർഗയിൽ പോയപ്പോ നമ്മൾ ഇതുപോലെ തണുപ്പിന് ജാക്കറ്റ് ഇടുമല്ലോ. അപ്പൊ അതിന്റെ കീശൽ ഇങ്ങനെ കൈയിട്ടിട്ട് നിൽക്കും അവിടെ പോയാൽ. സാധാരണ നിങ്ങളിപ്പോൾ മടക്കിരിക്കാർക്കൊക്കെ തന്നെ നടക്കല്. അപ്പൊ അവര് പറയും, അരെ ഭായ് അതവസെ കട ഹോ ജാओ, ഐസ കോയി കടേക. എന്തോ പള്ളിയിൽ മിഹ്റാബിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ
കയ്യെല്ലാം മാറ്റി ഇങ്ങനെ നിൽക്ക്, അതുവിൽ നിൽക്ക്. ഈ മനുഷ്യന്മാർക്ക് ഹയ്യ അലസ്സലാ കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണമെന്ന് അത് തോന്നൂല. ഇനി അഥവാ പള്ളിയുടെ ഉള്ളിൽ പെട്ടാലോ കൂട്ടിലടക്കപ്പെട്ട പക്ഷികളെ പോലെ ആയിരിക്കും. ഹദീസിൽ വന്ന വാക്ക. അങ്ങനെ തുള്ളിക്കൊണ്ടൊക്കെ എങ്ങനെങ്കിലും ഒന്ന് സലാം വീട്ടിട്ട് പുറത്തു പോവാൻ. പക്ഷെ അവിടെ ചെല്ലുമ്പം അതൊരു വലിയ പരീക്ഷണമാണ്. ഖൽബിൽ അള്ളാഹു അല്ലാത്തവരോട് മുഹബ്ബത്ത് വരുന്നതും റബ്ബിനോട് മുഹബ്ബത്ത് കുറയുന്നതും വലിയ പരീക്ഷണമാണ്. കാരണം അള്ളാഹു പറഞ്ഞു യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ഈ കപടന്മാര്, ഈ മുശ്രിക്കുകള് അള്ളാഹ്ക്ക് പകരം ചില ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് അള്ളാഹിനെ സ്നേഹിക്കും പോലെ അവരെ സ്നേഹിക്കും. എന്റെ മുഅ്മിൻ അങ്ങനെയാവൂല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർക്ക് ഏറ്റവും വലിയ സ്നേഹം അള്ളാഹിനോടായിരിക്കും. ബനു ഇസ്രായേൽ തെറ്റി. യാ മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. കേട്ടപ്പോഴേക്കും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആകെ തകർന്നു. ഇത്രയും പണിപെട്ട് പ്രയാസപ്പെട്ട് ഈ ഖൗമിനെ ഇങ്ങനെ തർബിയത്ത് ചെയ്ത് തൗഹീദ് പഠിപ്പിച്ച് കൊണ്ടുവന്നത് കണ്ടപ്പം അങ്ങനെ പൊട്ടിപ്പോയി. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ നല്ല ഉറച്ചവരായി. എന്നാലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് പറയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പം പറഞ്ഞു അവരോട്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. ഇതെന്തൊരു അപകടകരമായ ഒരു വിവരക്കേടാണല്ലോ ഇപ്പം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ജാഹിലികൾ തന്നെ. ഒരു മക്കൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഇൽമ് നിർബന്ധമെന്ന് പറയാൻ കാരണം. അഖീദയുടെ ഇൽമ് മസ്അല പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ അപകടം വരാൻ ചാൻസ് ഉണ്ട്. ബനു ഇസ്രായേലിനോടൊപ്പം ഉള്ളത് വലിയല്ല, ഉസ്താദല്ല, ഇമാമല്ല, റസൂലാണ്. കൂടെ റസൂൽ ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ അപകടം പറ്റി. ഇൽമ് ഒരു വലിയ കാവൽക്കാരനാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ഇൽമു യഹ്രിസുക് വൽ മാലു അൻത തഹ്രിസുഹു. ഇൽമ് നിനക്കൊരു കാവൽക്കാരനാണ്, പക്ഷെ സ്വത്തോ നിങ്ങൾ അതിൻ്റെ കാവൽക്കാരാണ്. അതുകൊണ്ട് അഖീദയുടെ മസ്അലകൾ പഠിക്കന്നെ വേണം. അതെങ്ങനെ പഠിക്കും പറയപ്പോ? പള്ളിയിൽ അതിൻ്റെ ദർസുകൾ നടക്കണം. പള്ളി അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതങ്ങനെ നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അത് കേൾക്കാൻ വേണ്ടി പോകണം, എഴുതിയെടുക്കണം, പഠിക്കണം, കാണാതെ പഠിക്കണം, ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൻ്റെ ഉള്ളിൽ മസ്അല, അത് അഖീദന്റെ മസ്അല ഒരു ചർച്ചാ വിഷയമാക്കണം. ഇന്നും സലഫി മശായിഖുകൾ, ശൈഖന്മാർ, ഉസ്താദുമാർ ആ വിഷയത്തിൽ നൽകുന്ന നിർദ്ദേശം കണിശമായ നിർദ്ദേശമാണ്. കാരണം ആദർശത്തിന്റെ മസ്അലകൾ അറിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. ഇത് വല്ലാത്തൊരു വിവരക്കേടാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഇന്ന ഹഉലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. മുസ്ലിം പറയാൻ ഇവർ താമസിയാതെ നശിക്കാൻ പോകുന്ന ടീമാണ്. കാരണം ശിർക്കിനെ അല്ലാഹു എന്തെയില്ല, ശേഷിപ്പിക്കൂല. ശിർക്ക് എത്ര മല പോലെ, ഹിമാലയം പോലെ ഉറച്ചു പൊങ്ങിയാലും അല്ലാഹു അതിനെ തകർത്ത് തരിപ്പണമാക്കും. അതാണ് താരീഖ്, അതാണ് ചരിത്രം. മുതബ്ബറും മാ ഹും ഫീ, നശിക്കാൻ പോകുന്ന ആൾക്കാരാണ്. വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നത് ബാത്തിലാണ്, ശരിയല്ല. അതുകൊണ്ട് ജാറും ശരിയല്ല, ദർഗയും ശരിയല്ല, അള്ളാഹ്ക്ക് പുറമെയുള്ള ഒന്നും ശരിയല്ല. അത് ശരിയാന്ന് വിശ്വസിച്ചാൽ, അത് സംശയിച്ചാൽ, അല്ല അവർക്ക് ശരി അമ്മക്ക് തെറ്റെന്ന് പറഞ്ഞാൽ കാഫിർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹുനൈനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് വകാന ലിൽ കുഫാരി സിദ്റത്തുൻ യഅകുഫൂന ഇൻദഹ, അവിടുത്തെ കാഫിര്യങ്ങൾക്ക് ഒരു പ്രത്യേക ദിവ്യ മരം ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്യാന്ന് വെച്ചാല് അവരുടെ വാളുകളും മറ്റും യുഅല്ലിഖൂന ബിഹാ അസ്ലിഹതഹും, ആയുധങ്ങൾ ആ മരത്തിന് തൂക്കിയിട്ടിട്ട് ബർക്കത്തെടുക്കും. ആയുധ പൂജ ഉണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടത്? മുസ്ലിമീങ്ങൾ വരെ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും, പൂജക്ക് വെക്കും. ഇനി അവൻ്റെ പെരക്കൊന്നില്ലെങ്കിൽ അയൽവാസിയായ ഹിന്ദുവിൻ്റെ പെരക്കേക്ക് ആ പുസ്തകം പെൻസിലടക്കം കൊണ്ടുപോയിട്ട് വെക്കും പൂജക്ക്. മുശ്രിക്കാണ്, ശിർക്കാണത്. വലിയ വലിയ കമ്പനികളിൽ ആ ദിവസങ്ങളിൽ ലീവാണ്, കാരണം മെഷീൻ പൂജയിലാണ്. അത് അന്ന് തൊട്ടേ ഉള്ള ഒരു സമ്പ്രദായമാണ്.
മക്കക്കാരെന്ത് ചെയ്യും? അവരുടെ ആയുധങ്ങൾ ഈ മരത്തിൽ കൊണ്ടിട്ട് തൂക്കും. എന്നിട്ട് അതിൽ നിന്നും അവർ ബറക്കത്തും മറ്റും പ്രതീക്ഷിക്കും. യുഖാലു ലഹാ ദാതു അൻവാത്ത് എന്നാണ് ആ മരത്തിന്റെ പേര്. ഇത് ഫമറർന ബിസിദ്റത്തിൻ ഖദ്റാഅ അദീമ. സഹാബി പറയാൻ അങ്ങനെ കുഫാറുകൾ ചെയ്യാറുണ്ട്, അവർക്കറിയാം. നമ്മളങ്ങനെ നടന്നു പോകുമ്പം ഒരു നല്ല പച്ചപ്പുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മരം കണ്ടു. ഫഖുൽന, അപ്പൊ നമ്മൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അവർക്ക് ദാതു അൻവാത്ത് എന്ന് പേരുള്ള ഒരു മരം ഉണ്ടല്ലോ, ഈ മരത്തിന് നമുക്ക് അതേപോലെ ഒന്നാക്കി തന്നെ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബർക്കത്തെടുക്കാം, ഇവിടെ പൂജിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അല്ലാഹുവാണ് സത്യം. കമാ ഖാല ഖൗമു മൂസാ ലിമൂസ, മൂസ നബിയുടെ ഖൗമ് മൂസയോട് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്ത് പറഞ്ഞു? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? ഒരു മരമാണ് സഹാബാക്കൾ ചോദിച്ചത്. മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൂസയുടെ ഖൗമ് പറഞ്ഞ പോലെയാ നിങ്ങൾ ഈ പറഞ്ഞത്. അവനെന്താ പറഞ്ഞത്? നമുക്കൊരു ഇലാഹിനെ തരണേ, ഇജ്അൽ ലനാ ഇലാഹൻ. അപ്പൊ അള്ളാഹ്ക്ക് പുറമെയുള്ള ദിവ്യ മരത്തെ റസൂലുള്ളാഹി ഉപമിക്കുക എന്തിനോടാണ്? ഇലാഹിനോടാണ്. അങ്ങനെ ഒരു മരത്തിൽ അങ്ങനത്തെ ദിവ്യത്വം കൽപ്പിച്ചാൽ ആ മരത്തെ ഇലാഹാക്കുന്നതിന് സമമാണ്. അള്ളാഹു വല്ലാത്തൊരുത്തനെ ഇലാഹാക്കിയാൽ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കല്ലിനെയോ? ഇത് രണ്ടും കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അള്ളാഹു ആലം. കല്ലുണ്ട് കർണാടകത്തിൽ. അവരതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ആ തലയിക്കെട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? മണ്ണ്. കറക്റ്റ്, മണ്ണ്. നമ്മുടെ നല്ലോണം മുടി വരുന്നത്. കാരണം അതുണ്ടെങ്കിൽ കല്ലെങ്ങനെ ഇലാഹാവും? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വല്ലാതെ അങ്ങനെ കാണുന്നതിനെ ഇലാഹാക്കിയിട്ടാ പറയുന്നത്. അതുകൊണ്ട് അങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അത് അല്ലാഹു വല്ലാത്ത ഇലാഹിനെ ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഈ ആയത്ത് സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. ഇന്ന ഹഉലാഇ മുതബ്ബറും മാ ഹും ഫീ വബാതിലും മാ കാനൂ യഅമലൂൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ശരിക്കും ശകാരിച്ചു, ദേഷ്യം പിടിച്ചു. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെയും പ്രസംഗിച്ച് തർബിയത്തിലാക്കി പിന്നെയും മുന്നോട്ട് പോയി. ആ യാത്രക്കിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംസാരിക്കാൻ വേണ്ടി മലമുകളിലേക്ക് വിളിക്കുന്നത്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലമ്മ ജാഅ മൂസ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു. നമ്മുടെ മീഖാത്തിന് വേണ്ടി മൂസ നമ്മുടെ അടുക്കൽ വന്നു. മൂസയോട് മൂസന്റെ റബ്ബ് സംസാരിക്കുകയും ചെയ്തു. ആ പോയ സമയത്ത് ബനൂ ഇസ്രായീലിൽപ്പെട്ട 70ഓളം വരുന്ന ഉബ്ബാദുകളായ, അതായത് ഔലിയാക്കളായ 70ഓളം വരുന്ന ആളുകളെയും വഖ്താറ മൂസ മിൻ ഖൗമിഹി 70 റജുലൻ ലിമീഖാതിന. നമ്മളെ കാണാൻ വേണ്ടി വന്നപ്പം 70ഓളം വരുന്ന ഔലിയാക്കളെയും കൂട്ടിയിട്ടാണ് മൂസ നബി മലമുകളിലേക്ക് പോകുന്നത്. അവിടെ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അരിനി അൻദുർ ഇലൈക്. അള്ളാഹുവെ സംസാരിച്ചാ പോരാ, എനിക്ക് നിന്നൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഖാല ലൻ തറാനി. അള്ളാഹു പറഞ്ഞു, മൂസ ഒരിക്കലും എന്നെ കാണാൻ പറ്റൂല. പക്ഷെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വാശി പിടിച്ചു, എന്നാലും നമുക്ക് കാണണം. അള്ളാഹു പറഞ്ഞു, മൂസ വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, നീ ആ മലയുടെ മുകളിലേക്കൊന്ന് നോക്ക്. ഫഇനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്നെ എന്ത് ചെയ്യാം? കാണാം. പക്ഷെ ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, ആ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ നൂറ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുസ്ലിമി കാണുന്നില്ല, അള്ളാഹിന്റെ നൂറ് വന്നു. ജഅലഹു ദക്കൻ, ആ പർവ്വതത്തെ ആ നൂറ് പൊടിയാക്കി കളഞ്ഞു. ദക്കെന്ന് പറഞ്ഞാൽ മണ്ണാക്കി കളഞ്ഞു. നമ്മളിവിടെ മല കാണുന്നുണ്ടല്ലോ, ആ മല പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് വെറും മണ്ണായി തരിശു ഭൂമിയായി മാറുക. അതേപോലെ, കാരണം അള്ളാഹുവിന്റെ നൂറിനെ താങ്ങാനുള്ള താക്കത്ത് ഇൻസാനിന്റെ ശരീരത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കണ്ടെന്ന് പറഞ്ഞാൽ
അവൻ കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹ. എന്നാൽ ഷിയാക്കൾ, ഖുറാഫികൾ, ഖുബൂരികൾ ഇപ്പോഴും വാദിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു എന്നാണ്. കണ്ടിട്ടില്ല, കാരണം കാണാൻ കഴിയൂല. ലൻ തറാനി, ഒരു മനുഷ്യന് ദുന്യവിയായ ജീവിതം ഉള്ളത്രയും അല്ലാഹുവിനെ കാണാൻ സാധ്യമേ അല്ല. ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾക്ക് അവനെ കണ്ടെത്താൻ സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ അവനോ എല്ലാം കാണാൻ പറ്റുന്നവനാണ്. മുസ്ലിം കണ്ടില്ല പർവ്വതം. ഫഖറ മൂസ സഇഖൻ, ഇത്രയുമായപ്പോഴേക്കും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ടു വീണു. ഫലമ്മ അഫാഖ, കുറച്ച് ബോധം തെളിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ, അല്ലാഹുവേ ഞാൻ ഇതാ ഖേദിച്ച് മടങ്ങുന്നു, നീ എനിക്ക് മാപ്പാക്കി തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മത്തിന് അള്ളാഹുവിനെ കാണുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കാണും. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽപ്പെട്ടതാണ്, അഖീദയിൽപ്പെട്ടതാണ്. മുഅ്തസിലിയാക്കൾ അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്ന് വിശ്വസിക്കുന്നവരാണ്, പ്രചരിപ്പിക്കുന്നവരാണ്. ഒരു കിതാബുണ്ട് ഇമാം അഹ്മദ് റഹ്മഹുല്ലാഹു തആലയുടെ ഉസൂലുസ് സുന്ന. ക്യാമ്പ് വെക്കാത്ത എന്താ? ഒരു വൺ ഡേ ക്യാമ്പ് വെക്കണം. കുറെ പഠിക്കാനുണ്ട് നമുക്ക്. ഞാൻ പറയും, ഞാൻ സെക്രട്ടറി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി അള്ളാഹിനടുത്ത് മൂപ്പര് പറഞ്ഞോളാം. എന്നോട് എന്തായാലും എൻ്റെ റബ്ബ് ചോദിക്കും. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, അത് ഉറപ്പാണ്. അത് കഴിയുന്നത്ര ആളുകളെ പങ്കെടുപ്പിച്ച് നിങ്ങളെല്ലാവരും ഫ്രീ ആവും. നമ്മുടെ കയറി പിന്നെ വീക്കെൻഡിൽ ആരും ഫ്രീ ഉണ്ടാവില്ലല്ലോ, കച്ചവടത്തിൻ്റെ ദിവസങ്ങളല്ലേ. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ദിവസം അസർ തൊട്ട് ഇഷ വരെ ക്ലാസ് വെക്കണം. അത്രയും നല്ല വിശാലമായ റാഹത്തുള്ള പള്ളി ഉണ്ടായിട്ട് അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വലിയൊരു നന്ദികേടായി പോവില്ലേ. അസംസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ എല്ലാവരും എത്തുക. അസർ കഴിഞ്ഞ ഉടനെ പള്ളി വക അല്ലെങ്കിൽ ആരുടെങ്കിലും വക പായസോ ചായയോ കടിയോ കേക്കോ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മഗ്രിബ് വരെ. മഗ്രിബ് കഴിഞ്ഞാൽ ഇതേപോലെ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. ഇഷയോടുകൂടി ക്ലോസ് ചെയ്യും. ഇഷ കഴിഞ്ഞിട്ട് എനക്കെന്തായാലും വേണം, അല്ലെങ്കിൽ സെമീനടുത്ത് പോയിട്ട് സെക്രട്ടറി ചിലവിൽ നമ്മളാക്കും. ഭക്ഷണം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പിരിയാം. ഒരു ക്യാമ്പ് പഠിക്കാൻ. കാരണം അതിലെന്തുണ്ടെന്നറിയോ, അഹ്ലുസുന്ന വൽ ജമാഅയും അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോയ 73 ആവും. അതിലൊന്നെന്തായിരിക്കും? സ്വർഗത്തിലാണ്. ബാക്കി 72 ഏതൊക്കെ വിഷയങ്ങളിലാണ് പിഴച്ചത്? എന്താ അവരുടെ വാദം? നമ്മളുടെ വാദം എന്താണ് അഹ്ലുസുന്നന്റെ? അതാ കിതാബിലുണ്ട്, അതറിയണം. അപ്പൊ ആ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ, നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് ആ മറുപടി കൈമേലുണ്ടായിരിക്കണം. അതിലൊന്നാണിത്, റുഅ്യത്തുല്ലാഹ്. ഒരടിമക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ ഇല്ലേ? മുഅ്തസിലിയാക്കൾ പറഞ്ഞു ദുനിയാവിലും കാണാൻ പറ്റൂല, ആഖിറത്തിലും കാണാൻ പറ്റൂല. അവര് തെളിവുദ്ധരിച്ചതോ ഈ ആയത്താണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഖദിയായ ആദർശപരമായ വിഷയങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന് 3 ഉസൂലുകളുണ്ട്. അതിലൊന്ന്, ആ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന തെളിവ് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് മാത്രമായിരിക്കും. ആളുകളുടെ അഭിപ്രായങ്ങളോ ചിന്തകളോ ഇമാമിങ്ങളുടെ കൗലുകളോ മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതോ വലൗ കാന സഹാബിയൻ, ഇനി ആ പറഞ്ഞ ഒരു സഹാബിയാണ് പ്രമാണം, ആ സഹാബിന്റെ വാക്കിനെതിരാണ്, നമ്മൾ ആ സഹാബിനെ തള്ളും. നമ്മൾ എന്തേ സ്വീകരിക്കുള്ളൂ? പ്രമാണമേ സ്വീകരിക്കുള്ളൂ. ഒരിക്കലും അത് സഹാബിയല്ല പറഞ്ഞ് ഒരു സത്യവിശ്വാസി ചോദിക്കൂല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല ആ വിഷയത്തിൽ ഭയങ്കര കണിശതയുള്ള മനുഷ്യനായിരുന്നു. പോയ നാട്ടിൽ മൊത്തം ചെയ്യില്ല. എവിടെല്ലാം ഇൽമുമായിട്ട് പോയോ അവിടെ എല്ലാം ജയിലില്. അവസാനം ജയിലിൽ തന്നെ ഷഹീദുമായി. അതിന്റെ കാര്യം ഇതാണ്. അവിടെയുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങളും പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഒക്കെ ഒരു അഭിപ്രായം പറയുന്നുണ്ടാവും. അദ്ദേഹം പ്രമാണം വെച്ച് അതിനെ എതിർക്കും. നാട്ടിലുള്ള മുഴുവൻ ഉലമാക്കളും ആ വിഷയത്തിലാണ്. പ്രമാണം അതിന് എതിരാണെങ്കിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൂടെ കൂടുന്ന പരിപാടിയില്ല. രാജാവ് എന്ത് ചെയ്യും? ജയിലിലിടും. ഏത് രാജാവ്? മുസ്ലിമായ മുവഹിദായ രാജാക്കന്മാര്. കാരണം അഹ്ലുസുന്നന്റെ ഉസൂൽ അതാണ്, ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്.
അതാണ് നമ്മളെ പ്രമാണം. രണ്ട്, ആ പ്രമാണത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അലാ ഫഹ്മി സലഫ്, മുൻഗാമികൾ അഥവാ സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മാത്രമായിരിക്കും. നമ്മളതിനെപ്പറ്റി റിസർച്ച് ചെയ്യൂല, നമ്മളെ ചിന്ത പറയൂല, വ്യാഖ്യാനിക്കൂല, നമുക്ക് തോന്നിയ പറയൂല, പറയാൻ പാടില്ല. ഫഹ്മു സഹാബ. എന്താ സഹാബത്തിന് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലിനെ എതിര് കാണിക്കുകയും വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു വഴി പിന്തുടരുകയും ചെയ്താൽ, ആരാ മുഅ്മിനീങ്ങൾ? സഹാബാക്കൾ. റസൂലിനെതിരെ കാണിച്ചു, പിന്നെ എന്തും ചെയ്തില്ല. സഹാബാക്കളാകുന്ന റസൂലിന്റെ ശിഷ്യന്മാരെ പിൻപറ്റുകയും ചെയ്തില്ലെങ്കിൽ അല്ലാഹു ആരെ പരിഗണിച്ചു? സഹാബത്തിനെ പരിഗണിച്ചു. അതുകൊണ്ട് സഹാബത്ത് എന്ത് മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കൽ ഉസൂലാണ്, അതിനെതിരെ പോയിക്കൂടാ. മൂന്നാമത്തെ തെളിവ്, ബുദ്ധിയെ നഖലിനേക്കാൾ ഖുർആനും സുന്നത്തിന്റെ ഈ മുമ്പിൽ എന്തിനെ വെക്കൂല? ബുദ്ധിയെ വെക്കൂല. മുഅ്തസിലിയാക്കൾ ഓതിയ ആയത്ത് കൃത്യാണ്. എന്തല്ലാഹു പറഞ്ഞു? ലൻ തറാനി, തീർച്ചയായും എന്നെ കാണാൻ പറ്റൂല അള്ളാഹു പറഞ്ഞു. സലഫുകളുടെ വ്യാഖ്യാനം അറിയാത്ത ഒരാൾ എന്തു പറയും? മുഅ്തസിലി ഓതിയ പോലെ ആയത്തോതും, എന്നിട്ട് പറയും ആ ശരിയാ, നമ്മളെ മറ്റേ പാല് കൊടുത്ത കഥ പറഞ്ഞ പോലെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എന്തിറക്കി? ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്, കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്ന ഏർപ്പാട് ആദ്യകാലത്തുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെ ഒരു വളർത്തു മകനുണ്ട്. അതാരാ? സെയ്ദ്. ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സഹാബി സെയ്ദ്. ഫലമ്മാ ഖദാ സെയ്ദും മിൻഹാ വതറൻ. പക്ഷേ അല്ലാഹു സൂറത്തുൽ അഹ്സാബിന്റെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇനി ആ പരിപാടി പറ്റൂല. ഓരോരുത്തരെയും അവരവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കാവൂ, മറ്റവന്റെ മക്കളായിട്ട് പരിഗണിക്കുന്ന പ്രശ്നമില്ല. നിയമം പാസായി. സുഹൈൽ ബിൻ അംറിന്റെ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ മുസ്ലിമായി, മകള് സഹ്ല ബിൻതു സുഹൈൽ, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. അവര് ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയ മോനെ പോലെ വളർത്തിയ ആളാണ് സാലിം. വലുതായി ആയത്തിറങ്ങിയപ്പം സഹലക്ക് ടെൻഷനായി. റസൂലുള്ളാഹി കാണാൻ വേണ്ടി വന്നു. യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സഹലിന് എന്ത് ചെയ്യും? സാലിമിനെ ഞാൻ എന്ത് ചെയ്യും? മോനെ പോലെ പോറ്റി വളർത്തി എന്റെയും ഹുദൈഫാന്റെയും മോനാണ് സാലിം. റസൂലുള്ളാഹി പറഞ്ഞു, നീ പാല് കൊടുക്ക്. സഹൽ ആകെ ഞെട്ടി. സഹൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, സാലിം വലിയ മനുഷ്യനായി, മീശയും താടിയെല്ലാം വന്നു, ഞാനെങ്ങനെ പാല് കൊടുക്കുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. തബസ്സം, ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്നി ലഅലം, അതെനിക്കും അറിയാം സഹല. ഹദീസിൽ ഇത്രയേ ഉള്ളൂ. സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരിയെ കള്ളനാക്കാൻ പറ്റിയവർക്ക് നല്ല ചാൻസായി. പോട്ടന്മാർ, മന്ദബുദ്ധികൾ, ദീനിന്റെ ഉസൂൽ അറിയാത്തവർ. അവരുടെ ഉസൂല് അവരുടെ ചിന്തയാണ്, അവരുടെ ഉസൂല് അവരുടെ വായനയാണ്, അവരെ ഉസൂല് അവർ എവിടുന്നോ പഠിച്ച അറബി ഭാഷയാണ്. അതിനപ്പുറത്ത് ദീൻ എന്താണെന്ന് അറിയില്ല. അതിനപ്പുറത്തുള്ളത് അറിയാത്തതാണ് ഇതൊക്കെ പിഴക്കാനുള്ള കാരണം. അന്ന് അവിടെ സഹാബാക്കൾ കുറെ ആൾക്കാരില്ലേ? ഈ സഹിലയും റസൂലും സാലിമും മാത്രമേ ഉള്ളൂ. അത് മദീനത്ത് എത്ര 1.25 ലക്ഷം സഹാബാക്കളില്ലേ? അവരൊക്കെ ഈ പറഞ്ഞ കേട്ടില്ലേ? അവരൊക്കെ ഈ ആയത്ത് കണ്ടില്ലേ? അവിടെ നിന്നിങ്ങോട്ട് വന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല തന്റെ സഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് എത്ര 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 പ്രഗത്ഭരായ ഉലമാക്കള് വായിച്ചും പഠിച്ചു പോയി. അവർക്കൊന്നൊരു ഡൗട്ട് വന്നില്ല, കാരണം അവർക്കൊരു ഉസൂലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഡൗട്ട് വന്ന അതിന്റെ അർത്ഥം എന്താ അറിയോ? അവൻ ആ ടച്ച് വിട്ടുപോയി, അപ്പോൾ സംശയമായി. സഹല റളിയല്ലാഹു അൻഹ മുല പിഴിഞ്ഞ് ഒരു പാത്രത്തിന് പാലെടുത്തിട്ട് സാലിമിന് കുടിക്കാൻ കൊടുത്തു. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാണ്ട് റസൂലുള്ളാഹി എന്താ അറിയാത്തതാണ്? വല്ലാക്കങ്ങനെ ഒരു പെണ്ണ് മുല കൊടുക്കുക, പ്രശ്നം തീർന്നു. റസൂലുള്ളാഹി പറഞ്ഞു, സഹല നിനക്ക് മാത്രമാണ്, വേറെ ആർക്കും ബാധകമല്ല. കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ഫഹ്മുസ്സലഫ്, ബുദ്ധിയെ ഖുർആനും സുന്നത്തിന്റെ ഈ മുമ്പിൽ വെച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി ദീൻ മനസ്സിലാവില്ല, ദീൻ മനസ്സിലാവില്ല. അതുകൊണ്ട്
സഹാബാക്കൾ ലൻ തറാനി എന്ന ആയത്തോതിയ ആൾക്കാരാണ്. പക്ഷെ അവരുടെ അഖീദ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നാണ്. ദുനിയാവിലല്ല, നാളെ സ്വർഗത്തിൽ. മുഅ്തസിലാക്കൾ പറഞ്ഞു ഇല്ല, കാണാൻ പറ്റൂല. തെളിവ് ഖുർആന്റെ ആയത്ത്. ഖുർആൻ ആയത്ത് ഓക്കെയാണ്, പക്ഷെ അതിന്റെ വ്യാഖ്യാനം അഹ്ലുസുന്ന പറയാത്തത്, സലഫുകൾ പറയാത്തത്, പറഞ്ഞത് അറിയാത്തത് കൊണ്ട് ഇവർക്ക് തെറ്റുപറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരിയുന്നുണ്ട? അള്ളാഹുവിനെ കാണും സ്വർഗത്തിൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ഫീ ലൈലത്തിൽ ബദർ. 14-ാം രാവിന്റെ ചന്ദ്രനെ എത്ര ക്ലിയറായി നിങ്ങൾ കാണുന്നുവോ അതേ ക്ലാരിറ്റിയിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ കാണാൻ പറ്റും. വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹുൻ യൗമഇദിൻ ബാസിറ. സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു അത് പറയുകയും ചെയ്തു. മാത്രമല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ അങ്ങനെ കാണാനുള്ള 2 നിബന്ധനകൾ സൂറത്തുൽ കഹ്ഫിന്റെ ലാസ്റ്റ് അള്ളാഹു പറഞ്ഞു. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബി. ലിഖാ എന്ന പദത്തിന് അർത്ഥം ഇങ്ങനെ കണ്ടുമുട്ടുക എന്നാണ്, പരസ്പരം കണ്ടുമുട്ടുക. ആരെങ്കിലും അവന്റെ റബ്ബിനെ അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹൻ, എന്ത് ചെയ്യണം? സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദൻ, ശിർക്ക് ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്താൽ, അമലു സാലിഹാത്ത് ഇല്ലാതെയായാൽ അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വെള്ളിയാഴ്ചയായിരിക്കും സ്വർഗത്തിൽ ഈ ഒരു ദർശനം ഉണ്ടാവുക. ഗൈബിയാണ്, ഗൈബിയാണ്. സ്വർഗം ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇനി അവിടെ നടക്കാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന കാര്യവും ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ വിശ്വസിക്കലോ നിർബന്ധമാണ്. അതെങ്ങനെപ്പാ എന്ന് ചോദിച്ചാൽ, ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പള്ളിയിൽ നിന്ന് ദർസ് എടുക്കുക. അപ്പൊ പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹു എവിടെയാണ്? അർശിന്റെ മുകളിലാണ്. वो हर जगह पे है. വലിയ വലിയ ദൈവന്തി ആലിമീങ്ങളെ പറയും वो हर जगह पे है. അതിന്റെ വ്യാഖ്യാനവും സുബ്ഹാനല്ലാഹ്, പാകിസ്ഥാനിലൊക്കെ ചില പുസ്തകന്മാരുണ്ട്, അവരൊക്കെ അതിന്റെ വ്യാഖ്യാനം പറയുന്നത് കേട്ടാ കേൾക്കുന്നു, സുബ്ഹാനല്ലാഹ് ശരിയെന്നിട്ടാന്ന് പറഞ്ഞു. ഉസൂൽ അറിയാത്തവൻ എലിപ്പെട്ടു പോകും. അങ്ങനെ അവർ ബുദ്ധിപരമായി വ്യാഖ്യാനിച്ചതിനെ സമർത്ഥിക്കും. അല്ലാഹ്. ഇമാം മാലിക് റഹ്മഹുല്ലാന്റെ ക്ലാസ് എന്ന് ഒരാൾ ചോദിച്ചു, കൈഫ് യാ അബാ അബ്ദില്ലാ, അതെങ്ങനെയാ ദർശന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഇങ്ങനെ തലപൊക്കി. ആരാ ചോദിച്ചാള്? അഖ്രിജൂഹു മിനൽ മസ്ജിദ്, അഖ്രിജൂഹു മിനൽ മസ്ജിദ്. ഓനെ പള്ളിയിൽ നിന്ന് പുറത്താക്ക്, ഓൻ ഫിത്നക്കാരനാണ്. എന്നിട്ട് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅറൂഫ്, അല്ലാഹ് അർശിന്റെ മുകളിലാന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി മുകളിലാണ്. വകൈഫിയതുഹു മജ്ഹൂല, അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. കാരണം അള്ളാന്റെ ദാത്ത് നമ്മൾ കണ്ടിട്ടില്ല. ദാത്തിനോട് യോജിക്കുന്നെങ്കിൽ അങ്ങനെ. വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കൽ ബിദ്അത്താണ്, ഹറാമാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കലോ നിർബന്ധമാണ്. അപ്പം ബുദ്ധി ഇസ്ലാമിന് ലോജിക്ക് ഇല്ല, ലോജിക്കില്ല. ഇസ്ലാം ലോജിക്കല്ല. 100ൽ 99 ഗൈബിയ, 1 ലോജിക്കായിരിക്കും. എല്ലാ സംഗതിയും ലോജിക്ക് അനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടേ ഞാൻ മുസ്ലിം ആവൂ. തൽക്കാലം നീ പോയിക്കോ, ആവൂല, അവൻ കഴിയില്ല. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله أن يقولوا. അതിനാ പറഞ്ഞ ക്യാമ്പ് വെക്ക്, എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഇതെല്ലാം അഖീദയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. നിങ്ങളുടെ ആരെങ്കിലും വന്നിട്ട് ഇതെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നതിൽ എന്താ ഫസ്റ്റ് ചോദിക്കാന്നറിയോ? എന്തായിരിക്കും ചോദിക്കുക? നിങ്ങളെ പിള്ളേർ കണക്ക് കൂട്ടാൻ കൊടുത്തു, 2 + 2 = അത് ഞാൻ ഏറ്റവും ഈസിയായി പറഞ്ഞോണ്ടല്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ മക്കൾക്ക് കിട്ടുന്നില്ല. ഉപ്പാക്ക് ദേഷ്യം പിടിച്ചു. ആരതിൻ്റെ ടീച്ചർ? അതായിരിക്കും ഫസ്റ്റ് ചോദ്യം. മടക്കേരിക്കാരോടും മക്കീത് ചോദിച്ചാൽ ഫസ്റ്റ് എന്താ ചോദിക്കുക? ആരെങ്കിലെ ഖത്തീബ്?
അതെനിക്ക് പേടിയുണ്ട്. കാരണം ഞാൻ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് ആൾക്കാർ പറയും. പഠിക്കണം, അഖീദന്റെ മസലകൾ പഠിക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അഖീദ പറഞ്ഞാൽ ഇനി സാധിക്കണം. ആ ഇൽമ് നമുക്കുണ്ടായേ പറ്റൂ. അതിന് നാല് ഒഴിവല്ല. ശൈത്താൻ എന്താ പറയാ, നിനക്കൊന്നും കയ്യിലപ്പ, നീ എന്തെന്ന് വിചാരിച്ച് നീ ഒന്ന് അത് പറഞ്ഞ് നമ്മളെന്താക്കും, തളർത്തിക്കളയും. ഇല്ല, തലബുൽ ഇൽമി ഫരീദ, ഇൽമ് പഠിക്കൽ ഫർദാണ് അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഖൈർ. അപ്പൊ അഹ്ലുസുന്നന്റെ വിശ്വാസപ്രകാരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിനെ ഒരു വെള്ളിയാഴ്ചയാണ് സ്വർഗത്തിൽ കാണുക. കണ്ടു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർ അള്ളാഹുവിനെ കണ്ട് തിരിച്ചവരുടെ വീടുകളിലേക്ക് വരും. അള്ളാഹുവിനെ കണ്ട സന്തോഷാധിക്യത്തിന് അവൾ ആളാകെ മാറിയിട്ടുണ്ടാവും. അവരുടെ മുഖം പ്രകാശിക്കുന്നുണ്ടാവും, സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടാവും. വീട്ടിലെത്തി അസ്സലാമു അലൈക്കും, ഓടി ചോദിക്കും, മൻ അന്ത്, നിങ്ങളാരാ? ഞാൻ നിന്റെ മാപ്പിള തന്നെ. അല്ലല്ല, ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് സൗന്ദര്യം കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ഇതിന്റെ കാരണം? നിങ്ങളുടെ സ്റ്റേറ്റിലെ ഏറ്റവും ടോപ്പ് പരീക്ഷ ഏതാ കുട്ടികളെ? SSLC അല്ലേ? SSLC എക്സാം എഴുതിയിട്ട് 2 പിള്ളേർ വരുന്നു. റിസൾട്ട് അറിഞ്ഞിട്ട് നെറ്റ് കമ്പ്യൂട്ടർ നോക്കിയിട്ട് വരും. ഒരുത്തൻ ജയിച്ചിട്ടുണ്ട്, മറ്റൊന്ന് തോറ്റിട്ടുണ്ട്. തോറ്റവനും ജയിച്ചവനും മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? ജയിച്ചവൻ്റെ മുഖം ഇന്നലെ കണ്ട പോലെ ആയിരിക്കില്ല, കുറച്ചൊരു പ്രസരിപ്പെല്ലാം കൂടി സന്തോഷം കൂടിയിട്ടുണ്ടാവും. മറ്റോനോ തസ്വത്ത് വജൂ, അവൻ്റെ മുഖത്തൊരു കറുപ്പുണ്ടാവും. കണ്ടാൽ തന്നെ നമുക്ക് തിരിയും, ചോദിക്കേണ്ട കാര്യമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടിട്ട് വരുന്ന ആ അടിമയുടെ മുഖം, ആ സന്തോഷത്തിൻ്റെ അടയാളം ആ മുഖത്തുണ്ടാവും. ഭാര്യക്ക് പോലും ഓനെ മനസ്സിലാവില്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കാണണം, എല്ലാവർക്കും ഒരുമിച്ച് കാണണം, അടുത്തടുത്ത് വരക്കുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ അഹ്ലുസുന്നന്റെ വിശ്വാസം, അഖീദ അതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടില്ല, ബോധം കെട്ട് വീണു, അത് കഴിഞ്ഞു, എഴുന്നേറ്റു, അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഒരു വിഷയം കൂടെ സാന്ദർഭികമായി, ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അത് റിവായത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ പറയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി റിപ്പോർട്ട് ചെയ്തത് ഇമാം ഹുമൈദ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹു ഫലമ്മ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ, ഈ പർവ്വതത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് തള്ളവിരല് ഈ ചെറുവിരലുമായി ചേർത്ത് വെച്ചിട്ടൊരു ആംഗ്യം കാണിച്ചു കൊടുത്തു, ഇങ്ങനെ എന്നും പറഞ്ഞിട്ട്. ഇത് ഈ റാവി റിപ്പോർട്ട് ചെയ്തപ്പം ഒരാൾ ചോദിച്ചു, മാ തുരീദു ഇലാ ഹാദാ യാ അബാ മുഹമ്മദ്, നിങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് എന്തിനാ പറയുന്നത്? അതായത് ചിലപ്പോൾ ആളുകൾക്ക് എന്താവും, അത് വിശ്വസിക്കാൻ പ്രയാസാവും, അവര് ദുർവ്യാഖ്യാനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഹദീസിൽ ഒരു വിഷയം വന്നാൽ സഹീഹാണെങ്കിൽ എന്തായി, സമിഅനാ വ അതഅനാ, അതാണ് നേരത്തെ ഓതിയ ആയത്തിന്റെ വാക്യതാണ്. ഇന്നമാ ദുഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, സത്യവിശ്വാസി എന്താ പറയാ, സമിഅനാ വ അതഅനാ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പൊ സഹാബി ചോദിച്ചു, ആ പണ്ഡിതൻ പറഞ്ഞ വാക്കെന്താ അറിയോ? വമാ അൻത യാ ഹുമൈദ്, ഏയ് ഹുമൈദ്, നീ എന്താ എന്നോട് അങ്ങനെ പറയുന്നത്? യുഹദ്ദിസുനി ബിഹി അനസ് ഇബ്നു മാലിക് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങനെയാണ് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് എനിക്ക് പറഞ്ഞു തന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫതകൂലു അൻത മാ തുരീദു ഇലൈ, അപ്പൊ നീ പറയാണോ നിങ്ങൾ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാ, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല.
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ദർസെടുത്തുകൊണ്ടിരിക്കുമ്പം ഇതേപോലെ ചില വിഷയങ്ങൾ വന്നു. അപ്പൊ സഹാബാക്കളിൽ ചിലർ, അല്ല അബൂബക്കർ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഉമർ ഫാറൂഖിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നല്ലോ എന്ന ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാൻ, അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നു ഖാല റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫതഖൂലൂന അൻതും ഖാല അബൂബക്കർ വഖാല ഉമർ, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പറയാം അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ. അത് പറ്റൂല. പ്രമാണം വന്നാൽ സഹാബിയുടെ ഖൗലാണെങ്കിൽ തന്നെയും മാറ്റിവെക്കും. കാരണം എന്താ അറിയോ, സഹാബാക്കളിൽ അവർക്ക് അവരുടെ ഇജ്തിഹാദ് ഉണ്ടാവും. ചിലപ്പോൾ എല്ലാ ഹദീസും എല്ലാ സഹാബിക്കും കിട്ടണമെന്നില്ല. എന്നാൽ ഇജ്തിഹാദ് ചെയ്ത സഹാബിക്ക് രണ്ട് കൂലിയുണ്ട്. ഇജ്തിഹാദിന്റെ കൂലിയുണ്ട്, ശരി കിട്ടിയ ആ ശരി കിട്ടിയതിന്റെ കൂലിയുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ പ്രമാണം അതിനെതിരായിട്ടുണ്ടെങ്കിൽ സഹാബിനെ മാറ്റും, പ്രമാണം നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ലിഖാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽപ്പെട്ട വിഷയമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ആൾക്കാരുണ്ട്. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്തു, ഫകല്ലമഹു മൂസ, ഫകല്ലമ മൂസ തക്ലീമ, അള്ളാഹു മൂസയോട് സംസാരിച്ചു. നീ ഇങ്ങനെ ചെയ്യണം, ഇന്ന് പറയണം, ഇന്ന് ചെയ്യരുത്. ഈ വർത്തമാനം മൂസ നബിയോടൊപ്പം പോയ 70 ആളുകളും കേട്ടു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇവര് പറയാൻ തുടങ്ങി, മൂസ കേട്ടാ ശരിയാവൂല. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً. കേട്ടോണ്ട് കാര്യമില്ല, നമുക്ക് അള്ളാഹുവിനെ വ്യക്തമായിട്ട് കണ്ടാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. ഇതെല്ലാം കണ്ടും കേട്ടതിന് ശേഷമാണ് ബനൂ ഇസ്രായേലിന്റെ വർത്താനം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അവര് നിന്ന പർവ്വതം അങ്ങനെ തന്നെ എടുത്തു പൊക്കി അവരെ മുകളിൽ വെച്ചു. ഫറഫഅന ഫൗഖഹും, അവരുടെ മുകളിൽ നാം എന്ത് ചെയ്തു, ആ പർവ്വതത്തെ ഉയർത്തി. ചോദിക്കാൻ പറഞ്ഞു മുസ്ലിമിനോട്, ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ അതിട്ടിട്ട് അങ്ങനെ തന്നെ നശിപ്പിച്ചു കളയും. വിശ്വസിച്ചാൽ രക്ഷപ്പെടുത്താം. അവർ തൗബ ചെയ്ത് മടങ്ങി. അങ്ങനെയാ തിരിച്ച് ഇറങ്ങി വരുന്നത്. എത്ര പേര് പരസ്യമായിട്ട് അള്ളാഹിനെ കാണണം, എന്നാലും നമ്മൾ വിശ്വസിക്കുള്ളൂ. അള്ളാഹു അവരെ പേടിപ്പിച്ചു, ഭയപ്പെടുത്തി. അവസാനം അവരെ തിരിച്ചു പറഞ്ഞു, ഇറക്കി. പക്ഷെ അവിടെ താഴ്വാരത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബുൽ ഇസ്സത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു ചോദിച്ചു, ശ്രദ്ധിക്കണേ, വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ, ഏ മൂസ, നീ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇത്ര ധൃതിപ്പെട്ട് വന്നതിന്റെ കാര്യം എന്താ, ഇതിനായി സ്പീഡാക്കിയത്? ഖാല ഹും ഉലൈ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നീ വിളിച്ചപ്പം വേറൊന്നും നോക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് നിന്റെ വിളിക്കുത്തരം നൽകി. എന്നിട്ട് നീ എന്നിൽ തൃപ്തനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ ഉലമാക്കൾ പറയുന്നൊരു സംഗതിയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹ് ഇങ്ങോട്ട് പറഞ്ഞ സംഗതി എന്താ അറിയോ? വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ടല്ല, അല്ലാഹ് ഇങ്ങോട്ട് പറഞ്ഞു, നബിയെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരും. എത്ര തരും? നിങ്ങൾ തൃപ്തിപ്പെടുന്നത് വരെ. അംബിയാ മുർസലീങ്ങൾക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിനടുത്തുള്ള സ്ഥാനവും ബഹുമതിയുമാണ് ആ ആയത്തിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അല്ലാഹു സ്വന്തം ഇത്രത്തോളം ആദരവിലും ബഹുമാനത്തിലും മഹത്വത്തിലും കാണുന്ന മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എങ്ങനെ കാണണം എന്നൊരു ചോദ്യം ആ ആയത്തിലുണ്ട്. അല്ലാഹ് ഇത്ര പരിഗണിക്കുന്ന ഒരു പ്രവാചകന് അടിമകളാകുന്ന നിങ്ങൾ എത്രത്തോളം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തി സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന പോലെ സംസാരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്റെ നബിയാണിത്, ഇത് എന്റെ റസൂലാണ്. നിങ്ങൾ ലാ തജഅലു ദുആഅക്കും ബൈനക ദുആഇ ബഅദികും ലിബഅദിൻ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പോലെയും
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന പോലെയും എൻ്റെ റസൂലിനോട് ചെയ്യരുത്. മാന്യമായി വർത്താനം പറഞ്ഞോളണം. ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി, എൻ്റെ നബിന്റെ ശബ്ദത്തെക്കാളും മുകളിൽ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. അഥവാ ഉയർത്തിയാൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോവും. അത്ര ബഹുമാനിച്ചോളണം. ഉലമാക്കൾ പറഞ്ഞു, അഹ്ലുസ് സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു, ഇപ്പോഴും മദീനത്തിൽ ചെന്നാൽ മദീന പള്ളിയിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളിൽ ഹയ്യാണ്, ജീവനോടെ ഉണ്ട്, ബർസഖിയായ ജീവിതത്തിൽ ഉണ്ട്. അതിനർത്ഥം ദുനിയാവുമായിട്ട് ഇടപെടലുണ്ട് എന്നല്ല കേട്ടോ. ബർസഖിൽ എന്താണോ ജീവിതം, ആ ജീവനോടെ ഉണ്ട്. ഒച്ചത്തിൽ വർത്താനം പറഞ്ഞൂടാ. ഒരു പള്ളിയിൽ നിന്നും പറ്റൂല, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് തീരെ പറ്റൂല. ഒരു സഹാബി പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കിടക്കുകയായിരുന്നു. അപ്പൊ എന്റെ ദേഹത്തൊരു ചെറിയ കല്ല് വന്ന് വീണു. എന്നെ ആരോ എറിഞ്ഞതാണ്. അത് വന്ന ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഫൈദൻ ഉമർ, അവിടെ ഉമർ ഇരിക്കുന്നു. അപ്പൊ ഞാൻ എണീച്ചു പോയിരുന്നു. ഉമർ പറഞ്ഞു, ഇത്തിനി ബിഹിമ, ആ രണ്ട് മനുഷ്യന്മാരെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അപ്പുറത്തുനിന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ വേഗം പോയി രണ്ടാളെയും വിളിച്ചിട്ട് വന്നു. ഉമർ ഫാറൂഖ് ചോദിച്ചു റളിയല്ലാഹു അൻഹു, മിൻ ഐന അൻതുമാ, നിങ്ങൾ ഏത് നാട്ടുകാരാ? നഹ്നു മിൻ അഹ്ലി ത്വായിഫ്. അവർ പറഞ്ഞു, നമ്മൾ ത്വായിഫിൽ നിന്ന് വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീന, നിങ്ങൾ രണ്ടാളും മദീനക്കാരായിരുന്നുവെങ്കിൽ ലഔജഅതുകുമാ ബിദ്ദർബ്, ഞാൻ നിങ്ങളെ അടിച്ചിട്ട് വേദനിപ്പിക്കുമായിരുന്നു. തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി എന്ന ഒച്ചത്തിൽ വർത്താനം പറയുന്നത് നിരോധിച്ചു മുഹമ്മദ് റളിയല്ലാഹു അൻഹു. പാടില്ല. റസൂലിനോടുള്ള അദബിന് എതിരാണ്. കാരണം മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഖാമാണ്. അത് തിരിച്ചറിയണം. അപ്പോഴേ എന്ത് വരൂ? മുഹബ്ബത്ത് വരുള്ളൂ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. മൂസ നബിയോട് അള്ളാഹു ചോദിച്ചു, എന്തിനാ ഇത്ര ധൃതിപ്പെട്ട് വന്നത്? അപ്പൊ അള്ളാഹു പറയാൻ, ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക്. മൂസ, താഴെ എന്താ സംഭവിക്കുന്നറിയോ? ഞാൻ നിന്റെ ആൾക്കാരെ ഒന്ന് പരീക്ഷിച്ചു, ഞാൻ നിന്റെ ടീമിനെ ഒന്ന് പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അവർ തോറ്റുപോയി. മൂസ, നീ ഇങ്ങോട്ട് വന്ന സമയം കൊണ്ട് നിന്റെ ആൾക്കാർ ഈമാന്റെ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി. പരീക്ഷിക്കാനായിട്ട് അള്ളാഹു നേർക്ക് നേരെയുള്ള പരീക്ഷണമല്ല. അള്ളാഹ്ക്ക് എല്ലാം എന്തുണ്ട്? ഒരു സബബുണ്ട്. അവിടെ സബബാക്കിയത് സാമിരി എന്ന് പറയുന്ന ഒരു കള്ളനെയാണ്. മൂസ എന്നാണ് ആ ചങ്ങായിന്റെയും പേര്. അതിനെ വളർത്തിയത് ജിബ്രീലാണ്. മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. ഫിർഔൻ പോറ്റി വളർത്തിയ മൂസ അല്ലാഹുവിന്റെ റസൂലായി. ജിബ്രീൽ പോറ്റി വളർത്തിയ മൂസ കാഫിറുമായി. അയാളാണ് ഈ സാമിരി. ഇവൻ ഫിർഔൻ ആൺമക്കളെ കൊല്ലണമെന്ന് പറഞ്ഞ സമയത്ത് ജനിച്ച കുഞ്ഞാണ്. അള്ളാഹുവിന്റെ ഖളാ എന്ത് അല്ലാഹു അലം, നമുക്കത് അറിയില്ല. പക്ഷെ കുഞ്ഞിനെ ഫിർഔന്റെ ദൃഷ്ടിയിൽ പെടാതെ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യമുള്ള ഭക്ഷണവും കൊണ്ടു കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. ബനു ഇസ്രായേലിന്റെ മെമ്പറാണ് ഈ പറഞ്ഞ സാമിരി. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് താരീഖ് പറഞ്ഞു, തബരി ഇമാം ഖുർത്തുബി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാമിരി ഒരു കാര്യം ശ്രദ്ധിച്ചു. ചെറിയ കുഞ്ഞാണ്. ജിബ്രീൽ ഭക്ഷണവുമായി പാലുമായി വരുന്ന സന്ദർഭത്തിൽ ജിബ്രീലിന്റെ കുതിര കുളമ്പ് കുത്തുന്ന സ്ഥലം പച്ചയാവുകയാണ്. കുളമ്പ് വെക്കുന്ന സ്ഥലത്തുനിന്ന് പുല്ല് മുളച്ചു വരിക. ഇത് സാമിരി ശ്രദ്ധിച്ചു. അതേ കുതിരപ്പുറത്താണ് സാമിരി ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഫിർഔന്റെ കുതിരയെ കടലിലേക്ക് നയിക്കാൻ വന്നിട്ട് മുമ്പിൽ നിന്നത് തെളിക്കാൻ. ജിബ്രീൽ ആ കുതിരപ്പുറത്ത് വന്നു. അന്നേരവും സാമിരി ഇത് ശ്രദ്ധിച്ചു. ജിബ്രീലിന്റെ കുളമ്പ് കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് പുല്ല് മുളക്കുന്നുണ്ട്. ഫഖബള ഖബ്ളതൻ. സാമിരി എന്ത് ചെയ്തു? കുതിര കുളമ്പ് വെച്ച സ്ഥലത്ത് നിന്ന് ഒരു പിണ്ടി മണ്ണ് വാരിയിട്ട് തന്റെ സഞ്ചിയിലിട്ടു. എന്തിന്? അല്ലാഹു അലം. അള്ളാഹുവിന്റെ തർത്തീബാണ്, ഖളാ ആണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുകളിൽ പോയ സമയം നോക്കിയിട്ട് ഹാറൂൻ അലൈഹിസ്സലാം ആണ് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി. ആളൊരു പാവാണ്.
നല്ല പ്രാസംഗികനാണ്, പക്ഷെ ആള് പച്ചപ്പാവാണ്. മൂസ നബിക്ക് ഒരു കൗമിനെ ഭരിക്കാനുള്ള എന്തുണ്ട്, കെൽപ്പുണ്ട്. അതിനെന്താ പറയാ, കമാൻഡിങ് പവർ ഉണ്ട്. മൂസ നബിനെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് പേടിയാവും. ഹാറൂൻ നബി അങ്ങനെയല്ല, വെറും പാവം. മൂസ നബി തിരിച്ചു വന്നിട്ട് ഇത് കണ്ടപ്പോ എന്താ ചെയ്തേ? പിടിച്ച് താടിയില്, നീ എന്താ ഹാറൂനെ വിചാരിച്ച്? ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലേ, നീ എന്റെ കൗമിനെ എങ്ങനെ ആക്കിയല്ലേ, നോക്കിക്കൂടെ എനിക്ക്? പാവം പറഞ്ഞു, യബ്ന ഉമ്മ, എന്റെ ഉമ്മാന്റെ മോനെ. എന്തിനാ വിളിച്ചെന്നറിയോ? ഉമ്മാനെ ചേർത്ത് പറയുമ്പോൾ മൂസ നബിക്ക് എന്ത് വരും? മനസ്സാകെ പോവും. നമുക്ക് അങ്ങനെ തന്നെ അല്ലേ, ഉമ്മാനെ പറയുമ്പോൾ സഹിക്കൂല. യബ്ന എന്റെ ഉമ്മാന്റെ മോനെ, ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി, എന്റെ താടിയിൽ ഇങ്ങനെ പിടിക്കല്ലപ്പ. താടിയിൽ പിടിച്ചിട്ട് തല മതിലിനടിച്ചു എന്നാണ് താരീഖ്. ദേഷ്യം പിടിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ ഒരു അടിക്ക് ഒരാളെ കൊന്ന മനുഷ്യനാണ്. ഇത് സ്വന്തം അനിയനും ചോദിക്കാനും പറഞ്ഞല്ലോ, സ്വന്തം അനിയനല്ലേ. താടി പിടിച്ച് തല വെളിച്ച് മണ്ണിലൂടെ. ഇപ്പഴാ പറയുന്നില്ല തഖുദ് ബിലിഹിയതി വലാ ബിറഅസി, അങ്ങനെ എന്നെ ഉപദ്രവിക്കല്ലപ്പ. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി, ഞാൻ പേടിച്ചുപോയി, ഇനി അവരോട് എന്തെങ്കിലും പറഞ്ഞ് നിന്റെ ആൾക്കാരെ ബനു ഇസ്രായേലിനെ ഞാൻ രണ്ടാക്കിയെന്നൊക്കെ നീ വന്നിട്ട് പറയോ, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയെന്ന് പറയുമോ എന്നല്ല പേടിച്ചിട്ട് ഞാനൊന്നും മിണ്ടാതിരുന്നതാണ്. ഞാൻ അവരോട് പറഞ്ഞതാ, ചെയ്യല്ല. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അവരോട്, യാ ഖൗം ഇന്നമാ ഫുതിൻതും ബി, സാമരിയെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്, ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് കേട്ടില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് സാമരി എന്ത് ചെയ്തു? ആൾക്കാര് സംഭവം പറഞ്ഞ് അങ്ങെത്തും. അന്ന് അവിടെ നിന്ന് രാത്രിയിൽ നാട് വിടുന്നതിന് തൊട്ട് മുമ്പ് കിബിത്തികളുടെ കയ്യിൽ നിന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ ബനൂ ഇസ്രായേൽ വായ്പ വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തില്ല, അത് അവരെ സഞ്ചിയിലുണ്ട്. ഇത് കണ്ട മൂസക്ക് ദേഷ്യം വരും അലൈഹിസ്സലാം. ഹാറൂൻ നബി പറഞ്ഞു, പെട്ടെന്നൊരു കുഴി ഉണ്ടാക്കി തീയാക്ക്, എല്ലാവരും കൂടി അതിൽ കൊണ്ട് എന്നിട്ടേക്ക് ആ സ്വർണം. മൂസ വരുന്നതിന് മുമ്പിൽ നടക്കണം. കാരണം അനിയൻ എന്തറിയാം, ഏട്ടന്റെ സ്വഭാവം അറിയാം. മൂസ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് കുഴിയുണ്ടാക്കി എല്ലാവരും കൊണ്ടുവന്ന് തീയിട്ട് ആ സ്വർണ്ണെല്ലാം അതിലിട്ട സമയത്ത് സാമരി എന്ന് പറയുന്നവൻ അന്നെടുത്ത് വെച്ച ഒരു പിടി മണ്ണ് അതിലേക്ക് ഇട്ടു. പറഞ്ഞു, ഖുൻ അജ്ലൻ ജസദൻ ലഹു ഖുവാർ, ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു പശുക്കുട്ടിയായി മാറൂ എന്ന് പറഞ്ഞ ആ തീയിലേക്ക് ആ മണ്ണിട്ടതും ഈ സ്വർണ്ണെല്ലാം കൂടെ ഒരു പശുവായി രൂപപ്പെട്ടു. ഒരു പ്രത്യേക ശബ്ദമുണ്ട്, അതിങ്ങനെ അനങ്ങും ചെയ്യും. ആൾക്കാരാഗന്ധം വിട്ടു. ഇപ്പൊ സാമരി പറഞ്ഞു, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി. മൂസ എങ്ങോട്ടാ പോയി എന്നറിയോ? മൂസന്റെ ഇലാഹിനോട് വർത്താനം പറയാൻ. ഇതാണ് ഇലാഹി ശരിക്കും പറഞ്ഞാൽ. നിങ്ങളത് മൂസന്റെ ഇലാഹി ഇതാണ്. ഫനസിയ, അത് മൂസ നിങ്ങളോട് പറയാൻ മറന്നുപോയതാ, എനിക്കറിയാം ഇതാണ് ഇലാഹ്. പറയുമ്പോഴേക്കും ബനൂ ഇസ്രായേൽ ചുറ്റിയിരുന്നു. പശുവിനെ ആരാധിക്കാൻ തുടങ്ങിയത് അന്നാണ്, അതിന്നും തുടരുന്നു. ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടു, സാമരി എന്ന് പറയുന്ന എൻ്റെ ഉമ്മ പശുവിനെ ആരാധിക്കുന്ന നാട്ടുകാരിയായിരുന്നു. അതിൽ നിന്നാണ് സാമരിക്ക് ഇത് കിട്ടിയത്. അല്ലാഹു ആലം, താരീഖാണ്, ഇസ്രായേലി. എന്തായാലും പശുക്കുട്ടി ഉണ്ടായി, ആൾക്കാർ അതിനെ പൂജിക്കാനും തുടങ്ങി. അള്ളാഹു പറഞ്ഞു, മൂസ ഞാൻ പരീക്ഷിച്ചു നോക്കി, പക്ഷെ അതിൽ അധികം ആൾക്കാരും പെട്ടു. സാമരിയെപ്പോലത്തെ സാമരികളെ വെച്ചിട്ട് അള്ളാഹു നമ്മളെയും പരീക്ഷിക്കും. മനസ്സിലാകുന്നുണ്ടോ? തൗഹീദിലും സുന്നത്തിലും ദീനിന്റെ പല വിഷയങ്ങളിലും ചില സാമരിമാർ പ്രത്യക്ഷപ്പെടും. ജാഗ്രതയിൽ. ആ സാമരിയോട് അടുക്കണ്ട. ഈ സാമരി കാണിച്ച പോലെ പല അത്ഭുതവും ചിലപ്പം നമ്മളെ മൈൻഡിനെ വാഷ് ചെയ്യുന്നത് ആ സാമരിയും പറയും. ബനൂ ഇസ്രായേൽ പെട്ടുപോയ പോലെ ഈ സാമരിന്റെ വലയിലും നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ജാഗ്രതയിൽ സൂക്ഷിച്ചോളെ. കാരണം അള്ളാഹു ഇതെല്ലാം ചെയ്യുന്നത് നമ്മളെ ഈമാനെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മെസ്സേജ് ഇങ്ങനെ വരും വാട്സപ്പിൽ, ഇങ്ങനെ നോക്കിയിട്ട് രാത്രി കിടക്കുമ്പോഴേക്കും നോക്കുക, എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് സാമരി ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും. ഇത് ശരിയാണല്ലോ അല്ലേ, ഇത് ശരിയാണല്ലോ, ഹദീസിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ശരിയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു. അള്ളാഹു പറഞ്ഞെന്തറിയോ? മൂസ ഖദ് ഫതന്ന ഖൗമക്, ഞാൻ നിന്റെ ജനതയെ പരീക്ഷിച്ചു. അവരുടെ അഖീദ ഒരു സാമിരിനെ വിട്ടിട്ട്
ആ സാമരി ഒരു കാര്യം കാണിച്ചു കൊടുത്തപ്പോഴേക്കും നിന്റെ കൗമ എന്നെ മറന്നിട്ട് പശുവിനെ ആരാധിക്കുന്നുണ്ട്. ആ ദേഷ്യത്തിലും വെറുപ്പിലുമാണ് മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. വന്നപാടെന്ന് ചെയ്തറിയോ? ആ പശുവിനെ തന്നെ ആദ്യം കത്തിച്ച് ചാമ്പലാക്കി. പശുവിനെ ആദ്യം കത്തിച്ചങ്ങ്, പിന്നെയാണ് വർത്താനവും അടിയും പിടിയും ഒക്കെ. യാത്ര തുടർന്നു. ആ യാത്രക്കിടയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഡൗട്ടുണ്ട്, ഇപ്പോഴും ആ പശുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടോ ഇല്ലേ? മുനാഫിക്കുകൾ, അക്കശക്കുള്ള ആൾക്കാർ. അള്ളാഹു പറഞ്ഞു, മൂസ ഇതൊരു കാര്യം ചെയ്യും, ആ ഒഴുകുന്ന നദിയിലെ വെള്ളം ഇവരോട് കുടിക്കാൻ പറ. അഥവാ മനസ്സിൽ ഇപ്പോഴും പശുവിനെ കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ അവരുടെ മുഖം സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. അപ്പം മനസ്സിലായിക്കൊള്ളണം അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ പശു ഉണ്ട്. മുസ്ലിം കൽപ്പിച്ചു. അള്ളാന്റെ ഓർഡർ വന്നു. കുടിക്കാൻ തുടങ്ങി. കുടിക്കുമ്പോൾ ചില ആൾക്കാരുടെ മുഖം സ്വർണത്തിന്റെ തിളക്കം പോലെ ഇങ്ങനെ വരുന്നു. ഫശരിബൂമിൻ, അള്ളാഹു പറഞ്ഞ ഖുർആനിൽ കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉണ്ട് തിളങ്ങുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൊണ്ട് തൗബ ചെയ്യിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, യാ മൂസ ഇദ് ഖാല ലിഖൗമിഹി യാ ഖൗമി ഇന്നകും വലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ. പശുക്കുട്ടി ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ഇതാ ഭയങ്കര ദുൽമ ചെയ്തിരിക്കുന്നു, തൗഹീദ് വിട്ട് ശിർക്കിലേക്ക് പോയിരിക്കുന്നു. ഫതൂബു ഇലാ ബാരിഇകും, നിങ്ങൾ തൗബ ചെയ്തോളെ. ആൾക്കാർ ചോദിച്ചു, മൂസ എന്താ നമ്മളെ തൗബ, എന്താ ചെയ്യേണ്ടത്? ഫഖ്തുലു അൻഫുസകും, നിങ്ങളെ തൗബ നിങ്ങളെ തന്നെ കൊല്ലലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് പ്രത്യേകമായിട്ട് അള്ളാഹു ചെയ്ത റഹ്മത്താണ് അവരുടെ തൗബ എന്താക്കിയത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ. മുസ്ലിമിന്റെ ഖൗമിന്റെ തൗബ കൊല്ലലാണ്. കൊല്ലനോട് തെറ്റുമാപ്പായി. പക്ഷെ അവർ ഒരു തെറ്റ് ചെയ്തു. ഒരാള് അയാൾക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വന്നു. തൗബ എന്ന് പറഞ്ഞാൽ അയാൾ തലപൊട്ടിക്കൊല്ലും. അതാണ് അയാളുടെ തൗബ. അല്ലാഹു ഖബൂൽ ചെയ്യും. ഫഖ്തുലു അൻഫുസകും ദാലികും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇകും, ഇതാ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഫതാബ അലൈക്കും, അങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തേരും. ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, മൂസ എങ്ങനെ കൊല്ല? കാരണം തെറ്റ് ചെയ്തതിൽ ഒരു ഭാഗത്ത് മോനുണ്ട്, തെറ്റ് ചെയ്യാത്തത്, അപ്പുറത്ത് ചെയ്ത വാപ്പയുണ്ട്. ഒരു ഭാഗത്ത് ഭർത്താവുണ്ട്, അപ്പുറത്ത് ഭാര്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ബന്ധുക്കളെല്ലാം ഉണ്ട്. എന്താ ചെയ്യാ? അല്ലാഹു സുബ്ഹാനഹു വ തആല കറുത്ത മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടി അന്തരീക്ഷം ഇരുട്ടാക്കി. പകൽ സമയം ഇരുട്ടായി മാറി. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരസ്പരം കാണുന്നില്ല. കൊല്ലാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് കുത്തി, കുന്തം കൊണ്ട് കുത്തി 70,000-ഓളം ആടുകൾ മരിച്ചു. അതവരുടെ തൗബയാണ്. ആ 70,000 ആടുകളുടെ തൗബ കബൂലായി. മരിക്കാത്തത് കൊന്നവരുണ്ടാവല്ലോ, ആ കൊല്ലൽ കൊന്നവരുടെ തൗബയായി. നമുക്ക് മനസ്സിലായോ? ചിലപ്പോൾ ഉപ്പാനെ കൊന്നിട്ടുണ്ടാവും, ചിലപ്പോ ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടുണ്ടാവും, ഭർത്താവ് ഭാര്യനെ കൊന്നിട്ടുണ്ടാവും. കൊല്ലപ്പെട്ടവർക്ക് മരിച്ചത് തൗബയാണ്, കൊന്നവർക്ക് കൊന്നത് തൗബയാണ്. ഇനി ഇതെടുത്തിട്ട് ആരെങ്കിലും പറയും, കണ്ടോ കൊന്നത് തൗബയെന്നല്ല പറയുന്നയാൾ ക്ലാസ്സിൽ. ബനൂ ഇസ്രായേലിന്റെ കഥ പറഞ്ഞതാണ്, മടക്കേരിയുടെ കഥ പറഞ്ഞല്ല. ബനൂ ഇസ്രായേലിലെ പണ്ട് അങ്ങനെ ആയിരുന്നു തൗബ എന്ന് പറഞ്ഞതാണ്. വ്യക്തമായി മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞത് എത്തിരിപ്പിക്ക കാലത്ത് പേടിയാന്ന്. പക്ഷെ ഹക്ക് തന്നെ, ആരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അങ്ങനെ ചെയ്തു. അള്ളാഹു മാപ്പ് കൊടുത്തു. തുറന്നോട്ട് യാത്രയാക്കി. എന്നാ പഠിക്കുവോ? ഇല്ല. ബനൂ ഇസ്രായേൽ പഠിച്ചില്ല. തുടങ്ങി വെക്കാം, ബാക്കി അടുത്താഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. ഒരു സംഭവം ഉണ്ടായി. പെട്ടെന്ന് യാത്രയിലാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഫലസ്തീനിലെത്തിയില്ല. അതിലൊരു ചെറുപ്പക്കാരനൊരു പെണ്ണിനോട് പ്രേമം. അതൊന്നുണ്ട്, അതിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും. ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇവിടെ ബാപ്പ വലിയ പൈസക്കാരനാണ്. അപ്പൊ പൈസക്കാരന്റെ മോളെ പ്രേമിച്ചാൽ പൈസക്കാരൻ എന്ത് ചെയ്യില്ല, സമ്മതിക്കൂലല്ലോ. ഇവൻ എന്ത് ചെയ്തു? ഈ പണ്ട് ഉപ്പാനോട് കുറച്ച് പൈസ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടം ചോദിച്ചു. ഇവന്റെ ഇളയപ്പന്നെ ആള്, ഇവന്റെ ഇളയപ്പയാണ് ആള്. അമ്മ ഇളയപ്പയോ മൂത്താപ്പയോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കുറച്ച് കടം ചോദിച്ചു. ഇയാളോട് തരാൻ പറ്റൂല.
എനിക്ക് വിശ്വാസമില്ല. ഒന്നാമത് ഈ ദേശത്തിലാണ് ഉള്ളത്. ഇവനങ്ങനെ ബാക്കിൽ നടക്കില്ലേ? അതിൻ്റെ പുറമെ പൈസയും ഇല്ല, തരാൻ കഴിയില്ല. ഇവനിങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യും? പൈസ കിട്ടിയേ പറ്റുള്ളൂ. അവൻ പോയിട്ട് പറഞ്ഞു, അളേപ്പാ എനിക്ക് തരണ്ട, ഈ കച്ചവടം ചെയ്യാൻ വന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എന്നെ വിശ്വാസമില്ലല്ലോ, അങ്ങോട്ട് പോവാം. അങ്ങനെ ആടെ പോയിട്ട് നിങ്ങൾ പൈസ കൈമാറിക്കോ, എൻ്റെ കൈമ തന്നാലേ പ്രശ്നമുള്ളൂ, നിങ്ങൾ നേർക്ക് നേരെ പൈസ കൊടുത്തോ. അപ്പം ഇയാൾക്ക് തോന്നി അത് കുഴപ്പമില്ല, കച്ചവടമല്ലേ, വിജയിച്ചാൽ ലാഭം തന്നെയല്ലേ. അങ്ങനെ ഇവൻ ഈ അണിയൻ്റെ മോനെ വിശ്വസിച്ച് ഇയാൾ പൈസയെല്ലാം എടുത്ത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, അയാൾക്കറിയില്ല, ഇവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇയാളുടെ കൂടെ പോവാണ്. അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ളൊരു വർത്താനമുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. അതാണ് ബനൂ ഇസ്രായീലിൻ്റെ അടുത്ത കുരുത്തക്കേട്. അള്ളാഹു ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.